ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തെ ആകെ മൊത്തം തകിടം മറിക്കുന്ന ഒരു എപ്പിസോഡാണ് ഉടനെ ചെമ്പനീർ പൂവിൽ വരാൻ പോകുന്നത്. അപ്പോൾ ആ എപ്പിസോഡിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു ദിവസം നമ്മുടെ രേവതി ഇങ്ങനെ പൂ വിൽക്കാൻ വേണ്ടി പതിവ് പോലെ തന്നെ സ്കൂട്ടറിൽ പോവായിരിക്കുവേ. പെട്ടെന്ന് രേവതിക്ക് വഴിയിൽ വെച്ചൊരു വയറുവേദന വരുവാണ്. രേവതി ഡ്രൈവിങ്ങിലായിരിക്കുമല്ലോ, എങ്ങനെയൊക്കെയോ ചെറിയൊരു വേദനയായിട്ടാണ് തുടങ്ങുന്നത്. രേവതി അപ്പോൾ അത് മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുവാണ്. പെട്ടെന്ന് ആ വേദന കൂടുവാണേ. രേവതി എങ്ങനെയൊക്കെയോ വണ്ടി നിർത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങി അയ്യോ അമ്മേ എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ആ റോട്ടിലിരിക്കുവാണ്. കാരണം അത്രയ്ക്കും സഹിക്കാൻ പറ്റാത്ത വയറുവേദനയാണ് രേവതിക്ക് വരുന്നത്. അപ്പോഴേക്കും രേവതിയുടെ കരച്ചിൽ കേട്ട് അവിടെ അടുത്തുള്ളവരൊക്കെ കൂടുന്നുണ്ട്. എന്ത് പറ്റി എന്നൊക്കെ രേവതിയോട് ചോദിക്കുമ്പോഴേക്കും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എൻ്റെ വയറ് നല്ല വേദന എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് രേവതി ഒരേ നിലവിളിയാണേ. ചെറിയ വേദനയൊക്കെ ആണെങ്കിൽ രേവതി സഹിക്കും, പക്ഷേ ഇത് ഒട്ടും പറ്റാത്ത വേദനയാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം രേവതി എല്ലാം സഹിക്കുന്നവളാണല്ലോ. ഈ വേദന ഒട്ടും സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ രേവതി ആ റോട്ടിൽ ഇരുന്ന് പോവാണ്. അങ്ങനെ വരുമ്പോഴേക്കും എല്ലാവരും കൂടി രേവതിയെ റോട്ടിൽ കൂടിയ എല്ലാവരും കൂടി രേവതിയും എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോവാണ്. പോകുന്ന ഹോസ്പിറ്റൽ വേറെ ഏതുമല്ല, നമ്മുടെ ദേവ് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നത്. രേവതി അപ്പോഴും ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുവാണ്. വയറുവേദന എടുത്തിട്ട് പരമാവധി സഹിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ രേവതിക്ക് ഒട്ടും പറ്റുന്നില്ലേ. രേവതി ഓട്ടോയിൽ നിന്നും അവരിറക്കുമ്പോഴേക്കും ഹോസ്പിറ്റലിൽ നിന്നും സ്ട്രെച്ചറൊക്കെ വന്നിട്ട് രേവതിയെ ആ സ്ട്രെച്ചറിൽ കിടത്തി നേരെ ഹോസ്പിറ്റലിൻ്റെ അകത്തോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ സ്ട്രെച്ചറിൽ കൊണ്ടുപോകുന്ന രേവതിയെ നമ്മുടെ ദേവു കാണുവാണ്. അയ്യോ രേവതി ചേച്ചി, ഇതെന്തു പറ്റി ചേച്ചിക്ക് എന്ന് പറഞ്ഞ് ദേവും ഭയങ്കര ടെൻഷനാവുകയാണ്. എന്തു പറ്റി എൻ്റെ ചേച്ചിക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. രേവതി ആണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. കാരണം രേവതി ഇങ്ങനെ എല്ലാ വേദനയും സഹിച്ചു പിടിക്കാൻ നോക്കിയിട്ടും പറ്റാതെ ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുവാണ്. രേവതി അങ്ങനെ നേരെ നമ്മുടെ മെഡിക്കൽ റൂമിലോട്ടൊക്കെ കൊണ്ടുപോവാണ്. അപ്പോൾ ദേവു കൂടെ വന്നവരോടൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താ പറ്റി എൻ്റെ ചേച്ചിക്ക്, അതെൻ്റെ ചേച്ചിയാ രേവതി ചേച്ചി, എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും അവിടെ കൂടി നിന്നവരൊക്കെ പറയുന്നുണ്ട്, അത് പിന്നെ ആ കുട്ടി റോട്ടിൽ കിടന്ന് നിലവിളിക്കുമായിരുന്നു വയറുവേദന എടുത്തിട്ട്, സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അവളെയും കൂട്ടി ഹോസ്പിറ്റലിലോട്ട് വന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും ദേവുവിന് ടെൻഷൻ ആവുന്നുണ്ട്. വയറുവേദനയോ, എന്തു പറ്റി എൻ്റെ ചേച്ചിക്ക്, ചെറിയ വേദനയൊക്കെ ആണെങ്കിൽ എൻ്റെ ചേച്ചി സഹിക്കും, ഇതൊട്ടും പറ്റുന്നുണ്ടാവില്ല എന്ന് പറഞ്ഞ് ദേവും ഭയങ്കര സങ്കടപ്പെടുവാണ്. വിവരം അറിഞ്ഞതും നമ്മുടെ സച്ചി ഓടി ഹോസ്പിറ്റലിലോട്ട് വരുവാണേ. നേരെ മെഡിക്കൽ റൂമിലോട്ട് ചെല്ലുമ്പോഴേക്കും ദേവു അവിടെ പുറത്ത് കാത്തു നിൽപ്പുണ്ടാവേ. എന്താ ദേവു, എന്തു പറ്റി രേവതിക്കെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചിയേട്ടാ ടെൻഷൻ ആവാതെ ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അയ്യോ എന്നാൽ എൻ്റെ രേവതിക്ക് എന്തു പറ്റി, അവൾ ഒന്നുമില്ലാതെ ഇങ്ങനെയൊന്നും കരയില്ല എന്നൊക്കെ പറയുന്നുണ്ട് സച്ചി. അപ്പോഴേക്കും ഡോക്ടർ പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ ദേവു ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ഡോക്ടർ ചേച്ചിക്കെന്ന് ചോദിക്കുമ്പോഴേക്കും ഒന്നും പറയാറായിട്ടില്ല, വേദനയ്ക്ക് ഞങ്ങൾ പെയിൻ കില്ലറിൻ്റെ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടുണ്ട്, ഇപ്പോൾ സ്കാൻ ചെയ്ത് നോക്കണം, അപ്പോൾ സ്കാനിങ്ങിന് വേണ്ടി കൊണ്ടുപോകാമെന്നൊക്കെ പറയുന്നുണ്ട് ഡോക്ടർ. അപ്പോഴേക്കും രേവതിനെ ഇങ്ങനെ സ്കാനിങ്ങിന് വേണ്ടി പുറത്തോട്ട് ഇങ്ങനെ സ്ട്രെച്ചറിൽ കൊണ്ടുവരുമായിരിക്കുമേ. അപ്പോഴേക്കും സച്ചി ഓടിപ്പോയി രേവതി എന്തു പറ്റി രേവതി എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ രേവതി പറയും, സച്ചിയേട്ടാ ഇങ്ങനെ വിഷമിക്കല്ലേ, ഒന്നുമില്ല, എൻ്റെ വേദനയൊക്കെ മാറിയെന്ന് പറയുമ്പോഴേക്കും സിസ്റ്റർ പറയുന്നുണ്ടേ, നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കാതെ ഞങ്ങൾ സ്കാനിങ്ങിന് കൊണ്ടുപോവാ ഈ കുട്ടിയെ, സ്കാനിങ് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ പറയാമെന്ന് പറഞ്ഞിട്ട് രേവതിയും കൂട്ടിക്കൊണ്ട് അവർ പോവാണ്. അപ്പോൾ ദേവു പറയുന്നുണ്ട്, സച്ചേട്ടൻ ടെൻഷൻ അടിക്കാതെ ഇവിടെ തന്നെ ഇരിക്കുക, ഞാനും രേവതി ചേച്ചിയുടെ കൂടെ പോവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവു രേവതിയുടെ കൂടെ പോവാണ്. സ്കാനിങ് കഴിയുമ്പോഴേക്കും ഡോക്ടർ സച്ചിയും രേവതിയൊക്കെ റൂമിലോട്ട് വിളിപ്പിക്കുവാണേ. കൂടെ ദേവും പോകുന്നുണ്ട്. റൂമിലോട്ട് കയറുന്നതും സച്ചി ഓടിപ്പോയി ഡോക്ടറിനോട് ചോദിക്കുന്നുണ്ട്, ഡോക്ടർ കുഴപ്പമൊന്നുമില്ലല്ലോ രേവതിക്ക്, സാധാരണ വയറുവേദനയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഡോക്ടർ ഭയങ്കര സങ്കടത്തോടെ നിരാശയോടെ തന്നെ ആ സത്യം അവരോട് വെളിപ്പെടുത്തുവാണ്. ഇത് സാധാരണ ഒരു വയറുവേദനയല്ല രേവതി, ഞാൻ ഓപ്പണായിട്ട് തന്നെ പറയാം, രേവതിയുടെ യൂട്രസിന് ഒരു കുഴപ്പമുണ്ടെന്ന് പറയുവാണ്. അപ്പോഴേക്കും സച്ചിയും രേവതിയും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കുവാണേ. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, യൂട്രസിന് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ? അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അതെ, ഗർഭപാത്രത്തിന് കംപ്ലൈൻ്റ് ഉണ്ട് രേവതിക്ക് റീസെൻ്റ് ആയിട്ട് എന്തെങ്കിലും ആക്സിഡൻ്റ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചിയും രേവതിയും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഡോക്ടർ ആക്സിഡൻ്റ് ഒന്നും സംഭവിച്ചിട്ടില്ല, രേവതിയുടെ ലക്ഷണം നിന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ ടൈമിൽ രേവതിയുടെ ഒരു ശത്രു വയറ്റിനിട്ട് കുത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ആ മുറിവൊക്കെ മാറിയെന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അതായത് രേവതിയുടെ ഒരു ലക്ഷണം നിൽക്കുന്ന ഒരു എപ്പിസോഡൊക്കെ ഉടനെ വരാൻ പോകുന്നുണ്ട്. ആ എപ്പിസോഡിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഞാൻ എൻ്റെ ഇനി വരുന്ന വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ആ നേരത്ത് ഒരു ഗുണ്ട രേവതിയെ കുത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ഒരു കുത്തൽ രേവതിയുടെ ഗർഭപാത്രത്തിലോട്ട് ഇറങ്ങി ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അപ്പോൾ അത് തന്നെ കാരണം,
ആ കുത്തിയ കുത്തലിൻ്റെ പുറത്തുള്ള മുറിവൊക്കെ ഉണങ്ങി. പക്ഷേ രേവതിയുടെ യൂട്രസിൽ അത് നല്ലോണം ബാധിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതിക്കും സച്ചിയുടെയും കണ്ണൊക്കെ അങ്ങോട്ട് നിറഞ്ഞു പോവാണ്. കാരണം രേവതിയും സച്ചിയും ഒരു കുഞ്ഞിന് വേണ്ടി ഏറെ നാളായിട്ട് കാത്തിരിക്കുവാണ്. അപ്പോൾ ഈ ഗർഭപാത്രത്തിന് തന്നെ കംപ്ലൈൻ്റ് എന്ന് പറയുമ്പോഴേക്കും അവരാകെ തകർന്നു പോവാണ്. അപ്പോൾ ദേവു ചോദിക്കുന്നുണ്ട്, ഡോക്ടർ സർജറി ചെയ്താൽ ശരിയാവുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചിയും ചോദിക്കുന്നുണ്ട്, ആ ഡോക്ടർ ഏത് സർജറി വേണമെങ്കിലും ചെയ്യാം, എത്ര രൂപ വേണമെങ്കിലും ഞങ്ങൾ ചിലവാക്കാം, അത് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ രേവതിയുടെ കുഴപ്പങ്ങളൊക്കെ മാറുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് വലിയ പ്രതീക്ഷയൊന്നും തരുന്നില്ല, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഓപ്പണായിട്ട് തന്നെ നിങ്ങളോട് കാര്യങ്ങൾ പറയുക. രേവതിയുടെ ഗർഭപാത്രത്തിന് മാത്രമല്ല ഫലോപ്പിയൻ ട്യൂബിലും ഒരു അടപ്പ് ബ്ലോക്ക് പോലെയുണ്ട്. അപ്പോൾ അതുള്ളത് കൊണ്ട് തന്നെ രേവതിക്ക് നോർമലായിട്ട് ഗർഭം ധരിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണെന്ന് പറയുവാണേ. അതും കൂടി കേൾക്കുമ്പോഴേക്കും സച്ചിയും രേവതിയും ആകെ തകർന്നു പോവാണ്. ദേവുവിനും ഇത് കേൾക്കുമ്പോഴേക്കും ഭയങ്കര സങ്കടാവുകയാണ്. രേവതി ഡോക്ടറിൻ്റെ മുമ്പിലിരുന്ന് പൊട്ടിക്കരയുവാണ്. കാരണം ഏതൊരു പെണ്ണിൻ്റെയും ഭയങ്കര സ്വപ്നവും വലിയൊരു ആഗ്രഹമാണല്ലോ ഒരു കുഞ്ഞിൻ്റെ അമ്മയാവുക എന്നുള്ളത്, ഒരു കുഞ്ഞിനെ തലോടുക സ്നേഹിക്കുക എന്നുള്ളത് ഏതൊരു സ്ത്രീയുടെയും സ്വപ്നമാണ്. അപ്പോൾ അത് തനിക്ക് സാധിക്കില്ലെന്ന് അറിഞ്ഞപ്പോഴേക്കും രേവതി ആകെ തകർന്നു പോയി പൊട്ടിക്കരയുന്നുണ്ട്. സച്ചി സമാധാനിപ്പിക്കുന്നുണ്ട്, കരയല്ലേ രേവതി, ഇങ്ങനെ കരയല്ലേ, വിഷമിക്കല്ലേ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടാളും ഇങ്ങനെ ടെൻഷൻ ആവല്ലേ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഡോക്ടർ ഇതെങ്ങനെയെങ്കിലും ശരിയാക്കണം ഡോക്ടർ എന്ന് പറയുമ്പോഴേക്കും ദേവും ചോദിക്കുന്നുണ്ട്, ഡോക്ടർ ഇതിനെന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട്, ഒരു സർജറിയിലൂടെ ഇത് ശരിയാക്കാനൊക്കെ പറ്റും, പക്ഷെ അത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്, ലാപ്രോസ്കോപ്പിക് സർജറിയൊക്കെ ചെയ്യേണ്ടി വരും എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എന്ത് ചെയ്താലും സാരമില്ല ഡോക്ടർ, എൻ്റെ രേവതി ഒരു കുഞ്ഞിനെ പ്രസവിക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ കോംപ്ലിക്കേഷനാ, ഹൈ റിസ്ക്കാ, അത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല, പക്ഷേ അത് ചെയ്തിട്ട് പോസിറ്റീവ് റിസൾട്ട് ഉണ്ടായവരും ഉണ്ട്, നമുക്ക് ഈ ട്യൂബിലെ ബ്ലോക്ക് അതുവഴി മാറ്റാനൊക്കെ സാധിക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എത്രയും വേഗം നമുക്കത് ചെയ്യാമെന്ന് പറയുമ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട്, പക്ഷേ അത് ചെയ്യുന്നത് ഞാനല്ല, അത് സീനിയർ ഡോക്ടർ സ്പെഷ്യലിസ്റ്റ് വന്നാലേ അതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ, അടുത്ത ആഴ്ച ഈ ഹോസ്പിറ്റലിൽ ആ സ്പെഷ്യലിസ്റ്റ് വരുന്നുണ്ട്, നിങ്ങൾ അവരെയും കൂടി ഒന്ന് കണ്ട് ഡീറ്റെയിൽ ആയിട്ടൊരു ചെക്കപ്പ് ഒക്കെ നടത്തണം, ബാക്കി വിവരങ്ങളൊക്കെ അവർ പറയുമെന്ന് പറയുമ്പോഴേക്കും സച്ചിയും രേവതിയും പറയുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, ശരി ഡോക്ടർ, അടുത്ത ആഴ്ച ഞങ്ങൾ ആ ഡോക്ടറെ കാണാൻ വേണ്ടി വരാം, നമുക്ക് എന്തായാലും ആ ഡോക്ടറെ കണ്ട് ചെക്കപ്പ് മുഴുവനും ചെയ്യണം, എൻ്റെ രേവതി ഒരു കുഞ്ഞിൻ്റെ അമ്മയാവുക തന്നെ ചെയ്യും, എനിക്ക് വിശ്വാസം ഉണ്ടെന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. സച്ചിയുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഡോക്ടർക്ക് ഭയങ്കര ഇഷ്ടമാവുകയാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, കണ്ടില്ലേ നിങ്ങളുടെ ഭർത്താവിനെ പോലെ തന്നെ പോസിറ്റീവായിട്ട് ചിന്തിക്കൂ, ഇങ്ങനെ വിഷമിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് രേവതിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. നമുക്ക് ആ ഡോക്ടർ വന്ന് കണ്ട് എന്താ പറയുന്നതെന്നൊക്കെ നോക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ഡോക്ടർ. തൽക്കാലത്തേക്ക് വേദനയൊന്നും വരാതിരിക്കാൻ രേവതിക്കായിട്ട് കുറച്ച് മരുന്നുകളൊക്കെ കുറിച്ച് കൊടുക്കുന്നുണ്ട് ഡോക്ടർ. അങ്ങനെ രേവതിയും സച്ചിയും ദേവും കൂടി ആ മുറിയിൽ നിന്നും ഡോക്ടറിൻ്റെ മുറിയിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങുവാണ്. രേവതി അപ്പോഴും കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുവാണ്. സച്ചി സമാധാനിപ്പിക്കുന്നുണ്ട്, രേവതി നീ ഇങ്ങനെ വിഷമിക്കാതെ, ഇങ്ങനെയുള്ള സമയത്തല്ലേ നമ്മളിങ്ങനെ ധൈര്യമായിട്ടിരിക്കേണ്ടത്, എന്നെ കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എങ്ങനെ കരയാതിരിക്കും സച്ചി ഏട്ടാ, ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ, എനിക്കൊരു അമ്മയാകാൻ സാധിക്കില്ലെന്ന്, ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയില്ലെന്ന്, സച്ചിയേട്ടൻ ഒരു കുഞ്ഞിനെ തരാൻ എനിക്ക് കഴിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് രേവതി പൊട്ടിക്കരയുവാണ്. അപ്പോൾ ദേവു ഒക്കെ പറയുന്നുണ്ട്, ചേച്ചി ഇങ്ങനെ വിഷമിക്കാതെ, ഇപ്പോൾ ഇതിനെല്ലാം ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്, ഇപ്പോൾ ആ സീനിയർ ഡോക്ടറിൻ്റെ കാര്യം പറഞ്ഞില്ലേ, കുറേ കേസ് ഇതുപോലത്തെ അറ്റൻഡ് ചെയ്തിട്ടൊക്കെയുണ്ട്, അതൊക്കെ സക്സസ് ആയിട്ടും ഉണ്ട്, നമുക്ക് നോക്കാം ചേച്ചി, ആ ഡോക്ടർ വരുമ്പോൾ നമുക്ക് കൺസൾട്ട് ചെയ്യാം എന്നൊക്കെ ദേവു പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, കണ്ടില്ലേ പോസിറ്റീവായിട്ട് ചിന്തിക്ക് രേവതി, നിന്നെ അമ്മ എന്ന് വിളിക്കാനും എന്നെ അച്ഛൻ എന്ന് വിളിക്കാനും ഒരു കുഞ്ഞ് നമുക്കായിട്ട് വരും, നീ ഇങ്ങനെ വിഷമിക്കല്ലേ, വന്നിരിക്കും രേവതി എന്നൊക്കെ പറഞ്ഞ് സച്ചി രേവതിയെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് സച്ചി ദേവുവിനോടായിട്ട് പറയുന്നുണ്ട്, ദേവു ഞാൻ മരുന്നൊക്കെ മേടിച്ചിട്ട് വരാം, നീ രേവതിയായിട്ട് പയ്യെ പുറത്തോട്ട് വാ, അപ്പോഴേക്കും ഞാൻ കാറൊക്കെ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് സച്ചി പോവാണേ. അപ്പോൾ നമ്മുടെ ദേവു രേവതിയെ സമാധാനിപ്പിച്ചുകൊണ്ട് പയ്യെ ഹോസ്പിറ്റലിൻ്റെ വെളിയിലോട്ട് നടക്കുവാണ്. അപ്പോൾ ഇതേ ടൈമിൽ തന്നെ നമ്മുടെ ചന്ദ്ര അതിലെ കൂടി ഒരു ഓട്ടോറിക്ഷയിൽ പാസ് ചെയ്ത് പോകുമായിരിക്കുമേ. അപ്പോൾ ചന്ദ്ര നോക്കുമ്പോഴേക്കും നമ്മുടെ ദേവു രേവതിയെ പയ്യെ സൂക്ഷിച്ചൊക്കെ നടത്തിക്കൊണ്ട് വരുവാണ്. അപ്പോൾ ചന്ദ്ര ഓർക്കുന്നുണ്ട്, ഇവളെന്താ ഈ ഹോസ്പിറ്റലിൽ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴേക്കും സച്ചി കാറുമായിട്ട് വരുവാണേ. അപ്പോഴേക്കും ദേവു പറയുന്നുണ്ട്, ചേച്ചി ഓരോന്നും ആലോചിച്ച് ടെൻഷനൊന്നും അടിക്കണ്ട, ആരോഗ്യം നോക്കണം, വെയിറ്റ് ഒന്നും എടുക്കണ്ട, സൂക്ഷിക്കണം, ഹെൽത്തൊക്കെ നോക്കണം എന്നൊക്കെ പറയുന്നത് ചന്ദ്ര ആ ഓട്ടോയിലിരുന്ന് കേൾക്കുവാണേ. നോക്കുമ്പോഴേക്കും ദേവു പയ്യെ സൂക്ഷിച്ച് രേവതിയെ കാറിലൊക്കെ കയറ്റുന്നത് കാണുമ്പോഴേക്കും ചന്ദ്രക്ക് ഭയങ്കര ടെൻഷനാവുകയാണ്. ഇവളെ
ഇതുപോലെ സൂക്ഷിച്ച് കാറിലൊക്കെ കയറ്റണം എന്നുണ്ടെങ്കിൽ ഇനി അവൾ ഗർഭിണി വല്ലതും ആണോ എന്നൊക്കെ ആലോചിച്ച് ചന്ദ്രക്ക് ടെൻഷൻ ആവുകയാണ്. കാരണം ചന്ദ്രയുടെ മനസ്സിൽ ആ വീട്ടിൽ പിറക്കുന്ന ആദ്യത്തെ കുഞ്ഞ് സുധിയുടെ ആയിരിക്കണം എന്നാണല്ലോ. അങ്ങനെ സച്ചിയും രേവതിയും കാറിൽ പോകുമ്പോഴേക്കും നമ്മുടെ ചന്ദ്ര എളുപ്പം ഓട്ടോയിൽ നിന്നിറങ്ങി ദേവുവിൻ്റെ പുറകെ പോകുവാണ്. എടി ദേവു അവിടെ നിന്നേടി എന്നൊക്കെ പറഞ്ഞ് ദേവുവിനെ വിളിക്കുന്നുണ്ട് ചന്ദ്ര. ഇതൊന്നും സച്ചിയും രേവതിയും കാണുന്നില്ല. അവരപ്പോഴേക്കും അവിടെ നിന്ന് പോയിട്ടുണ്ടാവും. ദേവു എന്താ ആൻറ്റി എന്ന് ചന്ദ്രയെ കണ്ട് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ആ സച്ചിൻ രേവതി എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ദേവു പറയുന്നുണ്ട്, അത് പിന്നെ ഇത് ഹോസ്പിറ്റലല്ലേ, ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നതാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അതെനിക്ക് മനസ്സിലായി, എന്തിനാ ഡോക്ടറെ കാണാൻ വന്നതെന്നാ ചോദിച്ചതെന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട് ദേഷ്യത്തിൽ തന്നെ. അപ്പോഴേക്കും ദേവു പറയുന്നുണ്ട്, അത് പിന്നെ ചേച്ചിക്കൊരു വയറുവേദന, അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി വന്നതാന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര അത് വിശ്വസിക്കുന്നില്ലേ. ചന്ദ്ര പറയുന്നുണ്ട്, രാവിലെ വരെ അവൾക്കൊരു കുഴപ്പമില്ലായിരുന്നല്ലോ, നല്ല ഉഷാറായിട്ടാണ് പണിക്കൊക്കെ പോയത്, പിന്നെ പെട്ടെന്ന് എങ്ങനെ വന്നു വയറുവേദന, നീ എന്നിൽ നിന്നും എന്തോ മറയ്ക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴേക്കും ദേവു പറയുന്നുണ്ട്, ഞാൻ എന്ത് മറയ്ക്കാനാ. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, സത്യം പറ, അവൾക്ക് വല്ല വിശേഷമുണ്ടോ, അവൾ ഗർഭിണിയാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ദേവു പറയുന്നുണ്ട്, ഏയ് ഗർഭിണിയൊന്നും അല്ല, ഞാൻ പറഞ്ഞില്ലേ ചേച്ചിക്ക് വയറുവേദന കാണിക്കാൻ വേണ്ടി വന്നതാന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര അപ്പോഴത് വിശ്വസിക്കുന്നില്ലേ. നീ നിന്റെ ചേച്ചിയെ പോലെ തന്നെ കള്ളിയാ, ആ സച്ചി പറഞ്ഞിട്ടുണ്ടാവൂലേ ആരോടും പറയണ്ടാന്ന്, അതായിരിക്കും നിങ്ങളൊക്കെ എന്നിൽ നിന്നും മറച്ചു വെച്ചിരിക്കുന്നത്, ഇത് മെയിനായിട്ടും പ്രസവത്തിന് വേണ്ടിയുള്ള ആശുപത്രിയല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ദേവ് പറയുന്നുണ്ട്, പ്രസവമാണ് മെയിൻ, പക്ഷെ ബാക്കി അസുഖമുള്ളവരും ഇവിടെ വരാറുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയുവേ, എനിക്ക് എന്തായാലും ഉറപ്പാ അവൾ ഗർഭിണി തന്നെയാ, നിങ്ങൾ സൂക്ഷിച്ചൊക്കെ അവളെ ആ കാറി കയറ്റുന്നത് ഞാൻ കണ്ടായിരുന്നു, നീ എൻ്റെ അടുത്ത് കള്ളമൊന്നും പറയണ്ടെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര തുള്ളുവാണേ. എന്നിട്ട് പറയുന്നുണ്ട്, നീ എൻ്റെ അടുത്ത് സത്യം പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, വീട്ടിൽ പോയി ഞാൻ അവരോട് തന്നെ ചോദിച്ചോളാം, അവരെ കൊണ്ട് തന്നെ ഞാൻ സത്യവും പറയിപ്പിച്ചോളാം എന്ന് പറഞ്ഞ് ചന്ദ്ര ആ ഹോസ്പിറ്റലിൽ നിന്നും പോവാണ്. അപ്പോൾ ദേവു ഇങ്ങനെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ ചേച്ചി ഇപ്പോൾ ആകെ വിഷമിച്ചിരിക്കുക, ഇനി അതിൻ്റെ ഇടയിൽ ഈ ആൻറ്റി എന്ത് പോയി പ്രശ്നം ഉണ്ടാക്കാൻ പോവാണാവോ എന്നൊക്കെ പറഞ്ഞ് ദേവും ടെൻഷനാവുകയാണ്. രേവതിക്ക് സുഖമില്ലാത്തത് കൊണ്ട് തന്നെ സച്ചി പയ്യാണ് കാർ ഓടിച്ച് വീട്ടിലോട്ട് ചെല്ലുന്നത്. നമ്മുടെ ചന്ദ്ര ആദ്യം തന്നെ ചന്ദ്രോദയത്തിലോട്ട് എത്തുന്നുണ്ട്. ചന്ദ്രോദയത്തിലോട്ട് എത്തുന്നതും നേരെ രവീന്ദ്രൻ്റെ അടുത്തോട്ട് പോയി പറയുന്നുണ്ട്, രവിയേട്ടാ ആ സച്ചിയും രേവതിയും ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു എന്ന് പറയുവാണ്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കും, ഹോസ്പിറ്റലിൽ നിന്നോ, ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും തലവേദനയോ എന്തെങ്കിലും അസുഖമായിട്ടൊക്കെ പോയതായിരിക്കും എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, അതൊന്നുമല്ല, പ്രസവത്തിൻ്റെ ആശുപത്രിയിൽ നിന്നും ഇറങ്ങി വരുന്നതാ കണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വർഷയും ശ്രീകാന്തൊക്കെ അവിടെ ഉണ്ടാവുകയെ. അപ്പോഴേക്കും ചന്ദ്ര പറയുവേ, അവരെന്തിനാ ആ ഹോസ്പിറ്റലിലോട്ട് പോയതെന്ന് ചോദിച്ചിരിക്കുമ്പോഴേക്കും സച്ചിയും രേവതിയും കൂടി ചന്ദ്രോദയത്തിലോട്ട് വരുവാണ്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടാണ് അവർ വരുന്നത്. സച്ചി പറയുന്നുണ്ട്, ഞങ്ങൾ എന്തിനാ ഹോസ്പിറ്റലിൽ പോയതെന്ന് അച്ഛനോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ, ഞങ്ങളോട് ചോദിക്കുമെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്തിനാടാ നിങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോയതെന്ന് പറയുമ്പോഴേക്കും സച്ചി ഇങ്ങനെ നോക്കി ചന്ദ്രയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. രേവതി ആകെ കരഞ്ഞ് തളർന്ന് നിൽക്കുന്ന അവസ്ഥയിലാണ്. രേവതിയെ കാണുമ്പോൾ തന്നെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അയ്യോ രേവതിക്ക് ഇതെന്തു പറ്റി, മോളാകെ വല്ലാതെ ഇരിക്കുന്നല്ലോ, സുഖമില്ലെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ രേവതിക്ക് വയറുവേദന, അപ്പോൾ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി പോയതാന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, എനിക്കിത് വിശ്വാസമൊന്നുമില്ല, ഇവര് നമ്മളിൽ നിന്നും എന്തോ ഒന്ന് മറയ്ക്കുന്നുണ്ടെന്ന് പറയുമ്പോഴേക്കും വർഷ പറയും, നമ്മളിൽ നിന്നും എന്തു മറയ്ക്കാനാ, വയറുവേദനയാണെന്ന് സച്ചിയേട്ടൻ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഇത് വയറുവേദനയായിട്ടൊന്നല്ല അവർ പോയത്, പ്രസവത്തിൻ്റെ ആശുപത്രിയിലാണ് പോയത്, അപ്പോൾ ഇവള് ഗർഭിണിയായിരിക്കാനാ സാധ്യത എന്ന് പറയുമ്പോഴേക്കും വർഷ ചോദിക്കുന്നുണ്ട്, ആൻറ്റി എന്താ ഗർഭിണിയാണെന്ന് പ്രവചിക്കാൻ വേണ്ടി ഡോക്ടറാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും രേവതി അവിടെ നിന്ന് ഇതൊക്കെ കേട്ട് ഇവരുടെ തല്ലുപിടുത്തമൊക്കെ കണ്ടിങ്ങനെ നിന്ന് കരയുവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയും, നീ എന്തൊക്കെയാ ചന്ദ്ര ഈ പറയുന്നത്, അങ്ങനെ ഒരു സന്തോഷ വാർത്ത അറിഞ്ഞാൽ അവർ നമ്മളിൽ നിന്നും മറച്ചു വെക്കേണ്ട കാര്യമുണ്ടോ, അതാദ്യം അവൻ വന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കില്ല എന്നൊക്കെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചിയും രേവതിയും ഒന്നും മിണ്ടാതെ ഇങ്ങനെ തന്നെ നിൽക്കുവാണ്. രേവതി കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അങ്ങനെ ഇവള് ഗർഭിണിയാവാൻ പാടില്ല എന്ന് പറയുമ്പോഴേക്കും എല്ലാവർക്കും അത് ഷോക്കാവുകയാണ്. അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ തന്നെ പറയത്തുള്ളൂ, എൻ്റെ സുധിക്ക് കുഞ്ഞുണ്ടായിട്ട് മതി ഈ പൂക്കാരിക്ക് കുഞ്ഞുണ്ടാവുന്നതെന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, അവർക്ക് കുഞ്ഞുണ്ടാവുന്നതും ഉണ്ടാവാത്തതൊക്കെ ആൻറ്റിയാണോ തീരുമാനിക്കേണ്ടത്, അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ, നാണമല്ലേ ആൻറ്റിക്ക് ഇങ്ങനെയൊക്കെ പറയാമെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അതെ എനിക്ക് നാണമില്ല, എൻ്റെ സുധിമോൻ്റെ കുഞ്ഞ് പിറന്നിട്ട് മതി ഇവക്ക് ഇവിടെ ഒരു കുഞ്ഞുണ്ടാവാൻ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ബഹളം വെക്കുമ്പോഴേക്കും രേവതി കരഞ്ഞുകൊണ്ട് മുറിയിലോട്ട് ഓടിപ്പോവാണ്. സച്ചിയും ആകെ വല്ലാതാവുകയാണ്. കാരണം രേവതി ആകെ തകർന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. അതിൻ്റെ ഇടയിൽ തൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേക്കും സച്ചിക്കും ആകെ വിഷമാവുകയാണ്.
രേവതി പോയി കഴിയുമ്പോഴേക്കും സച്ചി ചന്ദ്രയോട് ബഹളം വെക്കുന്നുണ്ട്. രേവതി എന്തിനാ അമ്മ ഇങ്ങനെ ഇട്ട് വിഷമിപ്പിക്കുന്നതൊക്കെ ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രനും ചീത്ത പറയുന്നുണ്ട് ചന്ദ്രയെ. നിനക്കെന്താ ചന്ദ്രയെ ബോധമില്ലേ ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ടെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഞാൻ ഈ കുടുംബത്തിൻ്റെ നല്ലതിന് വേണ്ടിയാ പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, ഓഹോ ഞങ്ങൾക്ക് കുഞ്ഞുണ്ടാവാതിരിക്കുന്നതാണോ ഈ കുടുംബത്തിൻ്റെ നല്ലതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര ഒന്നും മിണ്ടുന്നില്ല. രവീന്ദ്രൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് ചന്ദ്രയോട്. നിനക്കെങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നു ചന്ദ്രേ? മക്കളെ നീ വേർതിരിവോടെയാ വളർത്തിയത്. ഇനി വരും തലമുറയെയും നീ അതേ സ്വഭാവത്തിലാണോ വളർത്താൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ ഭയങ്കരമായിട്ട് ചീത്ത പറയുന്നുണ്ട് ചന്ദ്രയെ. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നിങ്ങൾക്കൊന്നും എന്താ ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തേ? നമ്മുടെ സുധിയല്ലേ ഈ കുടുംബത്തിലെ ആദ്യത്തെ മോൻ. അപ്പോൾ സുധിക്ക് കുഞ്ഞുണ്ടാവാതെ ഇവർക്ക് എങ്ങനെയാണ് കുഞ്ഞുണ്ടാവുന്നത് ശരിയാവുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, അവർക്ക് കുഞ്ഞുണ്ടാവുന്നതും ഉണ്ടാവാത്തതും ഒക്കെ നീയാണോ ചന്ദ്രയെ തീരുമാനിക്കേണ്ടത്? ഈ കുടുംബത്തിൽ ഒരു കുഞ്ഞിനെ കാണാൻ വേണ്ടി അവരെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി. എപ്പോഴാണ് ഒരു കുഞ്ഞിനെ കിട്ടുക എന്നോർത്താൻ ഞാനിരിക്കുന്നത്. അപ്പോൾ അത് വേണ്ടെന്ന് തീരുമാനിക്കാൻ നീ ആരാ ചന്ദ്ര എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നുണ്ട്. ശ്രീകാന്തും ചന്ദ്രയെ ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അമ്മ എന്നെ മോനായിട്ട് കണ്ടിട്ടില്ല. ഇപ്പോൾ നമുക്ക് ജനിച്ചിട്ട് പോലുമില്ല. ആ കുഞ്ഞിനെയും ഒരു കുഞ്ഞായിട്ട് ഈ കുടുംബത്തിലെ കുഞ്ഞായിട്ട് അമ്മയ്ക്ക് കാണാൻ സാധിക്കുന്നില്ല. എങ്ങനെ പറ്റുമെന്ന് വെച്ചാൽ ജനിക്കാത്തൊരു കുഞ്ഞിനെ പറ്റി ഇങ്ങനെയൊക്കെ പറയാമെന്നൊക്കെ പറഞ്ഞ് സച്ചി ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുകയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, കണ്ടോ കുടുംബത്തിലെ എല്ലാവരെയും വിഷമിപ്പിച്ചപ്പോൾ നിനക്ക് സന്തോഷമായോ ചന്ദ്രേ? നിനക്ക് ഇതിൽ നിന്നൊക്കെ എന്ത് സന്തോഷമാണ് കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. അപ്പോഴും ചന്ദ്ര അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ സച്ചിയെ സ്നേഹിക്കുന്നത് പോലെ സുധിയെ സ്നേഹിക്കാൻ പഠിക്കുക, അപ്പോൾ എൻ്റെ വിഷമം മനസ്സിലാവും എന്നൊക്കെ പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, നീ സുധിയെ മാത്രമേ മകനായിട്ട് കണ്ടിട്ടുള്ളൂ, വേറെ ആരെയും നീ അങ്ങനെ കണ്ടിട്ടില്ല. അതാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. മക്കളിലെ ആ വേർതിരിവ് ഇനിയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കു ചന്ദ്രേ. നീ ഒരു മനുഷ്യ സ്ത്രീ തന്നെയാണോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് ചീത്ത പറയുവാണ്. വർഷമുറിയിൽ പോയി രേവതിയെ സമാധാനിപ്പിക്കുന്നൊക്കെയുണ്ട്. ചേച്ചി ഇങ്ങനെ വിഷമിക്കാതെ, ആൻറ്റിയുടെ സ്വഭാവം ചേച്ചിക്ക് അറിയാലോ, അങ്ങനെ വായെ തോന്നിയതൊക്കെ വിളിച്ചു പറയും. ചേച്ചി ഇത് ഇന്നും ഇന്നലെയൊന്നും കേൾക്കാൻ തുടങ്ങിയതല്ലല്ലോ, നാളൊരുപാടായില്ലേ, ഇങ്ങനെ വിഷമിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് വർഷ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഒരാഴ്ച കഴിയുമ്പോഴേക്കും സച്ചിയും രേവതിയും ദേവുവും കൂടി ആ സ്പെഷ്യലിസ്റ്റിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലോട്ട് പോവാണ്. സച്ചിക്ക് ഭയങ്കര പ്രതീക്ഷയാണ്, കാരണം ആ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ രേവതിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറും എന്നാണ് സച്ചി മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ഡോക്ടറെ കാണാൻ വേണ്ടി മുറിയിൽ ചെന്ന് സച്ചി പറയുന്നുണ്ട്, കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ വന്ന് വേറൊരു ഡോക്ടറെ കണ്ടായിരുന്നു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഈ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ രേവതിയുടെ പ്രശ്നങ്ങളൊക്കെ മാറുമെന്ന്. മാറില്ലേ ഡോക്ടർ എന്ന് ചോദിക്കുമ്പോഴേക്കും ആ ഡോക്ടർ പറയുന്നുണ്ട്, ഞാൻ രേവതിയുടെ സ്കാനിങ് റിപ്പോർട്ടൊക്കെ ഇപ്പോൾ ചെക്ക് ചെയ്തതേ ഉള്ളൂ. രേവതിയുടെ ഫലോപ്പിയൻ ട്യൂബിൽ ഒരു ബ്ലോക്ക് ഉണ്ട്. നമുക്കത് ലാപ്രോസ്കോപ്പി സർജറി ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലോക്ക് മാറ്റാൻ പറ്റും എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അപ്പോൾ ആ ബ്ലോക്ക് മാറ്റിക്കഴിഞ്ഞാൽ എൻ്റെ രേവതിക്ക് ഒരു കുഞ്ഞിൻ്റെ അമ്മയാവാൻ സാധിക്കുമല്ലേ ഡോക്ടർ എന്ന് ചോദിക്കുമ്പോഴേക്കും ഡോക്ടർ വീണ്ടും ആ ഞെട്ടിക്കുന്നൊരു സത്യം പറയുവാണ് ഇവരോട്, ഞാൻ നിങ്ങൾക്ക് ഒരു ഫേക്ക് പ്രോമിസ് ഒന്നും തരുന്നില്ല, ഓപ്പണായിട്ട് തന്നെ കാര്യങ്ങൾ പറയാം. ഈ സർജറിക്ക് 50-50% ചാൻസ് ആണുള്ളത്. അതായത് 50%-ൽ ചിലപ്പോൾ ഈ ഓപ്പറേഷൻ സക്സസ് ആവും, അല്ലെങ്കിൽ അത് വീണ്ടും ഫെയിൽ ആവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സച്ചിയും രേവതി ആകെ തകർന്നു പോവാണ് വീണ്ടും. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്താ ഡോക്ടർ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട്, ഈ സർജറി ചെയ്ത് കഴിഞ്ഞാൽ 50% ആളുകൾ ഗർഭം ധരിക്കാറുണ്ട്. പക്ഷേ ബാക്കി 50%-ൽ ആ ട്യൂബിലെ ബ്ലോക്ക് മാറിയാലും സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ആ ബ്ലോക്ക് വന്ന് കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കേട്ട് പേടിക്കുകയൊന്നും വേണ്ട, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ചിലപ്പോൾ ആ 50% സക്സസ് ആവുന്ന 50%-ൽ നിങ്ങളും ഉണ്ടെങ്കിലോ എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതേ ഡോക്ടർ ഉണ്ടാവും, ഞങ്ങൾ ഉണ്ടാവും എന്നൊക്കെ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, സക്സസ് ആയില്ലെങ്കിലോ ഡോക്ടർ, എനിക്കപ്പോൾ ഒരു കുഞ്ഞുണ്ടാവില്ലേ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ വിഷമിക്കാതെ, സക്സസ് ആയില്ലെങ്കിൽ നമുക്ക് IVF പോലുള്ള വേറെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ആദ്യം ലാപ്രോസ്കോപ്പി സർജറി ചെയ്ത് നോക്കാം, അത് സക്സസ് ആവും എന്ന് തന്നെ വിശ്വസിക്കുക, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, പോസിറ്റീവ് ആയിട്ടിരുന്നാലേ എല്ലാ കാര്യങ്ങളും സക്സസ് ആവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ ധൈര്യമൊക്കെ കൊടുക്കുന്നുണ്ട്. സച്ചിയും രേവതിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. രേവതി, ആ സർജറിയിലൂടെ തന്നെ നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറും, എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞ് സച്ചി ധൈര്യം കൈവരിക്കുവാണ്. എന്നിട്ട് ഡോക്ടറിനോട് ആ സർജറി ചെയ്യാനുള്ള വിശദാംശങ്ങളൊക്കെ തേടുമ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട്, ഓക്കെ ഞാൻ നിങ്ങൾക്കൊരു അപ്പോയിൻമെൻറ്റ് തരാം, അപ്പോൾ ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആയാൽ മതി, നമുക്ക് ആ സർജറി ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ വിടുവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. നമ്മുടെ രേവതിയുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു കുഞ്ഞിൻ്റെ അമ്മയാവുക എന്നുള്ളത്. അത് നടക്കില്ല എന്നുള്ളൊരു, അത് 50-50% ചാൻസ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ രേവതി ആകെ തകർന്ന അവസ്ഥയിലാണ്. അപ്പോൾ
വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നന്ദി.